ഹലോ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ 8th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ. എന്താണ് 8th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ? ദാറ്റ് ഈസ് സെൽ ക്ലസ്റ്റേഴ്സ് അഥവാ കോശജാലങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോശജാലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ഭാഗമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഒരു സെൽ എന്ന് പറയുന്നത്? നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സെൽ അഥവാ എന്താണ് കോശം എന്ന് പറയുന്നത്? പറഞ്ഞോളൂ, ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും സെല്ല്? നമ്മളിങ്ങനെ ഒരു വലിയ ഓർഗാനിസം ആയിട്ട് നിൽക്കുകയാണ് അല്ലെ. ഞാനൊരു വലിയ ഒരു ഓർഗാനിസം ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്റെ ശരീരത്തില് ഒരു സെല്ലാണോ ഉള്ളത്, അല്ലെങ്കിൽ ഒരുപാട് സെല്ലുണ്ടോ? എന്താണ് അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതോ നമുക്കും മനുഷ്യന്മാർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഒക്കെ ഇത് ഒരുപോലെയാണോ ഇതൊക്കെ ഇരിക്കുന്നത്? അതോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? പറഞ്ഞേ. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. എന്താണ് സെൽ എന്ന് ചോദിക്കുമ്പം ഇനി മിണ്ടാതിരിക്കാൻ പാടില്ല ആരും. എന്താണ്? ഇറ്റ് ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. എന്താണ്? സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഓക്കെ, അപ്പോൾ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ സെൽ അഥവാ കോശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സെല്ലിൽ നിന്നാണ് പിന്നീട് ഒരുപാട് സെൽസ് കൂടിച്ചത്. അപ്പം ഈ സെൽ എന്ന് പറയുന്നത് 1665 റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് സെല്ല് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു ബാർക്ക് സെല്ല്, അദ്ദേഹം സ്വന്തമായിട്ടുള്ള ഒരു അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രിമിറ്റീവ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ബാർക്ക് സെല്ലിൽ. ഓക്കെ, അപ്പൊ ഈ മരത്തിന്റെ ഒക്കെ ആ ഒരു സെല്ലിൽ നിന്നാണ്, ആ മരത്തിന്റെ ഒരു ബാർക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സെല്ല് കണ്ടെത്തുന്നത്. അപ്പൊ അദ്ദേഹം ഒബ്സർവ് ചെയ്ത സമയത്ത്, അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച സമയത്ത് അദ്ദേഹത്തിന് കുഞ്ഞു കുഞ്ഞു അറകൾ കാണാൻ പറ്റി. ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരു ഹണികോം ലൈക്ക് സ്ട്രക്ചർ അല്ലെ, ഒരു തേനീച്ചയുടെ കൂടൊക്കെ പോലത്തെ ഒരു സ്ട്രക്ചർ ആണ് അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. അപ്പൊ ഈ ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് ലിറ്റിൽ റൂം അഥവാ ചെറിയ റൂമുകൾ എന്നുള്ളൊരു അർത്ഥമാണ്. ഓക്കെ, എന്തിന്? സെൽ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിന് സെൽ എന്നുള്ളൊരു പേരെത്തുന്നത്. ഓക്കെ, ലിറ്റിൽ റൂംസ്, കുഞ്ഞു കുഞ്ഞു അറകളെ പോലെയാണ് കാണാൻ പറ്റിയത്, അതുകൊണ്ട് അതിനെ സെൽ എന്ന് വിളിച്ചു. ഓക്കെ, സോ അതാണ് ഏകദേശം ഒരു സെൽ കണ്ടുപിടിക്കുന്നതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സെല്ലാണ്, ഒരു സെല്ല് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട് അല്ലെ. ഒരു സെല്ല് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് അമീബ, പാരമീഷ്യം എന്നൊക്കെ പോലത്തെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ, അതായത് ഒരുപാട് സെല്ല് കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു, ഓർഗാനിസം ആയിട്ട് മാറുന്ന കേസസും ഉണ്ട് അല്ലെ. അതിലൊരു എക്സാമ്പിൾ ആണ് നമ്മൾ മനുഷ്യന്മാരൊക്കെ. ഓക്കെ, പിന്നെ നമുക്ക് പറയാം ഈ പറയുന്ന സെൽ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെല്ലിന് ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും ചെയ്യാൻ പറ്റും. ആരുടെ കേസിൽ? ഒരു യൂണിസെല്ലാർ അല്ലെങ്കിൽ ഒരു സിംഗിൾ സെല്ല് മാത്രമല്ല ഒരു ഓർഗാനിസം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു അമീബയ്ക്ക് പോലത്തെ ഓർഗാനിസംസ്, അവർക്കൊക്കെ അത് സാധ്യമാണ്. നേരെ മറിച്ച് നമ്മുടെ കേസിലാണെങ്കിൽ നമ്മുടെ സെല്ല് കൂടെ ചേർന്ന് പല പല ഫങ്ഷൻസിന് ഓരോരോ ഗ്രൂപ്പായി അവരാണ് നമ്മുടെ എല്ലാ ഫങ്ഷൻസും ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ സെല്ല്, അതായത് സെൽസിന്റെ ഒരു ഇല്യൂസ്ട്രേഷൻ കൊടുത്തിരിക്കുകയാണ്. മസിൽസിന്റെ സെൽസ് എങ്ങനെ കാണുന്നു, അതുപോലെ തന്നെ ബോണിലുള്ള ഒരു സെല്ലിന്റെ ഒരു പിക്ചർ മൈക്രോസ്കോപ്പിക്കലി നോക്കുവാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നെർവ് സെൽ അഥവാ നാഡീകോശങ്ങൾ എന്ന് പറയാം, അത് സെല്ല് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ബ്ലഡ് അല്ലെ, ബ്ലഡിന്റെ നമ്മൾ കാണുമ്പോൾ റെഡ് കളർ ബ്ലഡ് ഫ്ലൂയിഡ് ആണ് നമ്മൾ കാണുന്നത് അല്ലെ. ഈ റെഡ് കളർ ബ്ലഡ് എങ്ങനെയാണ്, ബ്ലഡിന്റെ സെൽസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ഓക്കെ, അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കണ്ടോ. അതായത് അസ്ഥികോശങ്ങൾ കണ്ടു, നാഡീകോശങ്ങൾ കണ്ടു, അതുപോലെ തന്നെ രക്തകോശങ്ങളും അതുപോലെ തന്നെ പേശീകോശങ്ങളും കണ്ടു, കേട്ടോ. അപ്പൊ ഇതാണ് ഏകദേശം നമ്മുടെ ബോഡിയിലുള്ള ഇമ്പോർട്ടൻറ്റ് സെൽസിന്റെ പിക്ചേഴ്സ് കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് അബൌട്ട് കലകൾ. എന്താണ് കലകൾ എന്ന് പറയുന്നത്? കലകൾ അഥവാ ടിഷ്യൂസ് എന്ന് പറയാം അല്ലെ. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലുകൾ കൂടിച്ചേർന്നാണ് ടിഷ്യൂസ് ഉണ്ടാവുന്നത് അഥവാ കലകൾ ഉണ്ടാവുന്നത്. അതായത് ഒരുപാട് കോശങ്ങൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടാവുന്നത്? കലകൾ ഉണ്ടാവുന്നത്.
അപ്പം it is made up of similar cells that have a common origin and perform specific functions. അതായത് കോമൺ ഒറിജിൻ ഉള്ള ഒരേ ടൈപ്പ് സെൽസ് എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്നു. അതാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അഥവാ എന്ത് പറയാം, ഒരേ കോശത്തിൽ നിന്നും രൂപപ്പെട്ടതും ഒരേ പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരേ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരേ കോശത്തിൽ നിന്നും ജനിച്ച സെൽസ് ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് എന്ത് ഫോം ചെയ്യുന്നത്, ടിഷ്യൂസ് അഥവാ കലകൾ. കണ്ടോ, നമ്മളിപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ സെല്ലാണ്, അഥവാ എന്ത് വിളിക്കാം, ഒരു കോശമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഈ കോശം അല്ലെങ്കിൽ സെല്ല് കൂടി ചേർന്നിട്ടുള്ള ടിഷ്യൂസ് ആണ്. ഇവിടെ എന്ത് ഫോം ചെയ്തു, ടിഷ്യൂസ് അഥവാ കലകൾ എന്ന് വിളിക്കാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ നമുക്ക് ഈ ടിഷ്യൂസ് എന്ന് പറയുന്നത് തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പൊ ഒരുപാട് സെൽസ് കൂടി ചേർന്നു ടിഷ്യൂസ് ആയി. ഇനി ടിഷ്യൂസ് തന്നെ പല ടൈപ്പ് ഉണ്ട് അല്ലെ, പല സ്ഥലങ്ങളിൽ നിന്നും രൂപപ്പെടുന്നതുണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ പല ഏരിയാസിൽ നിന്നും രൂപപ്പെടുന്ന സെല്ലുകളുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്ന് എല്ലാം കൂടി ഡിവൈഡ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിനു മുമ്പ് ടിഷ്യൂസിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു കുഞ്ഞു കാര്യം അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. സ്റ്റെം സെൽസ്. എന്താണ് സ്റ്റെം സെൽസ്? സ്റ്റെം സെൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും സ്റ്റെം സെൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്തായിരിക്കും? It is the specialized cells that can transform into any kind of cells. അതായത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലാണ്, നമ്മുടെ സാധാ സെല്ലുകൾ പോലെ ഒന്നും അല്ല. ഓക്കെ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും, അത് വിചാരിക്കുന്ന ഏത് തരത്തിലുള്ള സെല്ലായിട്ടും ഈ സ്റ്റെം സെല്ലിന് മാറാനായിട്ട് സാധിക്കും കേട്ടോ. അതായത് ഏത് കോശമായും മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ്. എന്താണ്? വിത്ത് കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ്. ഓക്കെ, അപ്പൊ വിത്ത് കോശങ്ങൾ എന്ന് പറയുമ്പോൾ ഓർക്കുക, എന്താണ്, ഒരു പ്രത്യേക തരത്തിലുള്ള കോശങ്ങളാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് തരത്തിലുള്ള കോശങ്ങളായിട്ടും മാറാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവരുടെ പ്രത്യേകത. മാത്രമല്ല സ്റ്റെം സെൽസിന് കോൺസ്റ്റന്റ്ലി ഡിഫറൻഷിയേഷൻ നടന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ദേ ക്യാൻ ട്രാൻസ്ഫോം ഇൻ ടു അതർ കൈൻഡ്സ് ഓഫ് സെൽസ്. ഓക്കെ, അതായത് ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, വിത്ത് കോശങ്ങൾ മറ്റു കോശങ്ങൾ ആയി രൂപാന്തരപ്പെടാനും സാധ്യമാണ്. ഓക്കെ, അപ്പൊ അവർക്ക് വളരെ എന്താ പറയാ വൈവിധ്യമാർന്ന അല്ലെങ്കിൽ ദീർഘമായിട്ടുള്ള വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, മറ്റു തരത്തിലുള്ള കോശങ്ങളായിട്ട് മാറാനായിട്ട് സാധിക്കും. ആർക്ക്? സ്റ്റെം സെൽസിന്. ഈ സ്റ്റെം സെൽസിന്റെ പ്രത്യേകത എവിടെയാ വരുന്നതെന്ന് വെച്ചാല്, നമുക്കിപ്പോ ലൈക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് വന്നു എന്ന് വിചാരിക്കും. അതായത് ഇപ്പൊ നമുക്കൊരു ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, അതായത് ആർക്കും വരാണ്ടിരിക്കട്ടെ പക്ഷെ വന്നു എന്ന് വിചാരിക്കും. അങ്ങനെ വരുന്ന കേസസിൽ ഇനി ലൈക്ക് മോഡേൺ ആയിട്ടുള്ള കേസസിൽ ഇനി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ സ്റ്റെം സെൽ തെറാപ്പീസ് ആണ്. അതായത് ഈ സ്റ്റെം സെൽ ഉപയോഗിച്ച് നമ്മുടെ ബോഡിയിലുള്ള സ്റ്റെം സെൽസ് നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഫ്രീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റെം സെൽസ് യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ക്യാൻസറിനുള്ള തെറാപ്പി ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ക്യാൻസർ സെൽസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ this is found in bone marrow. എവിടേക്കാണ് സ്റ്റെം സെൽസ് കാണാൻ പറ്റുക? മജ്ജയിൽ കാണാൻ പറ്റും, അതുപോലെ തന്നെ സ്കിന്നില് ത്വക്കില് കാണാനായിട്ട് സാധിക്കും, ഡൈജസ്റ്റീവ് ട്രാക്ട് അഥവാ അന്നപഥത്തിലും കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ സ്റ്റെം സെൽസ് ഇവിടേക്കാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു ടിഷ്യൂസ്, ആനിമൽ ടിഷ്യൂസ്, അതായത് ആനിമൽ ജന്തു കലകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ജന്തു കലകൾ എങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണുള്ളത്? മസിൽ ടിഷ്യൂസ് കൊടുത്തിട്ടുണ്ട്, കണക്റ്റീവ് ടിഷ്യൂസ് കൊടുത്തിട്ടുണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നെർവ് ടിഷ്യൂസ്, അഡിപ്പോസ് ടിഷ്യൂ, ബ്ലഡ്, ഇതൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇത് ഓരോന്നും എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മുടെ സ്കിന്നിലാണ് അത് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഒരുപാട് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എപ്പിത്തീലിയൽ സെൽസ് കൂടി ചേർന്നതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് അതിന്റെ പ്രത്യേകത എന്താണ്, അത് നമ്മുടെ ബോഡി മൊത്തം കവർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ സ്കിൻ എന്താ ചെയ്യുന്നത്, നമ്മുടെ ബോഡി മൊത്തം കവർ ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂ അത് തന്നെയാണ് ചെയ്യുന്നത്. എന്താണ്,
they will covers and protects the body. അതായത് ശരീരത്തെ പൊതിഞ്ഞ് എന്ത് ചെയ്യുന്നു, സംരക്ഷിക്കുകയാണ് ആര് ചെയ്യുന്നത്, എപ്പിത്തീലിയൽ സെൽസ് ചെയ്യുന്നത് കേട്ടോ. ഇനി പറയുന്നത് എപ്പിത്തീലിയൽ സെൽസ് എവിടെയാണ് ലൈൻ ചെയ്തിരിക്കുന്നത്, ഇറ്റ് ലൈൻസ് ദ ഇന്നർ വാൾ ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട്. അതായത് നമ്മുടെ അന്നപഥത്തിന്റെ എന്ത് ചെയ്യുന്നു, ഇന്നർ വാളിൽ, ഓക്കെ, ഇന്നർ വാളിലാണ് ഇവരെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, so that is present in the inner wall of digestive tract. അതായത് അന്നപഥത്തിന്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്തിട്ടാണ് ഈ പറയുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ കാണാനായിട്ട് സാധിക്കുക. ഇനി അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊട്ടക്ഷൻ അല്ലെ, സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ ഫംഗ്ഷൻ ആണ്. മാത്രമല്ല അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് സെക്രീഷൻസ്, അതായത് ഒരുപാട് തരത്തിലുള്ള ഫ്ലൂയിഡ്സ് സെക്രേറ്റ് ചെയ്യുന്നുണ്ട്, എൻസൈംസ് ആവശ്യം ഉണ്ടാവുമല്ലോ നമുക്ക്. അപ്പൊ സംരക്ഷണം മാത്രമല്ല ആഗിരണം, അതുപോലെ തന്നെ സ്രവങ്ങളുടെ ഉൽപാദനവും എന്താണ്, ഈ അവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതാണ്. ഈ പറയുന്ന എന്താ പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ദി സെക്രീഷൻസ് ഒക്കെ ആരാണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഡൺ ബൈ എപ്പിത്തീലിയൽ ടിഷ്യൂ. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മസ്കുലാർ ടിഷ്യൂ. അപ്പൊ മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, മസിൽസിലുള്ള സെൽസ് കൂടി ചേർന്നിട്ടുള്ള ടിഷ്യൂസ് ആണ് മസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മസിൽസിലുള്ള സെൽസ് ഒരേ ഒറിജിൻ ആണല്ലോ, മസിൽസ് എന്നാണ് ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഫംഗ്ഷനും ഏകദേശം ഒന്ന് തന്നെയാണ്. ഈ മസിൽസിലുള്ള സെൽസ് കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു, മസ്കുലാർ ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റീഗെയിൻ ദ ഒറിജിനൽ സ്റ്റേറ്റ് അല്ലെ. അതായത് കോൺട്രാക്ട് ചെയ്യാം, പഴയ പോലെയുള്ള അവസ്ഥയിലേക്ക് എന്ത് ചെയ്യാം, തിരിച്ചു വരാം അല്ലെ. അവർക്ക് സങ്കോചിക്കാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ പഴയ രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയതാണ് ആര്, മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. ദി എനാബിൾസ് ദ മൂവ്മെന്റ് ഓഫ് ദ ബോഡി, അതായത് ബോഡിയുടെ മൂവ്മെന്റിന് സഹായിക്കുന്നതും ആരാണ്, ഈ പറയുന്ന മസ്കുലാർ ടിഷ്യൂ ആണ്. പിന്നെ ശരീരചലനം സാധ്യമാക്കുന്നു അല്ലെ, ബോഡി മൂവ്മെന്റിന് സഹായിക്കുന്നു, അഥവാ എന്താണ് ശരീരചലനം സാധ്യമാക്കുന്നതും ഈ മസ്കുലാർ ടിഷ്യൂസ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ അഥവാ നാഡീകല, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലുള്ള എന്താണ് ഒരുപാട് നെർവസ് സെൽസ് കൂടി ചേർന്നതാണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ നാഡീ കോശങ്ങൾ കൂടി ചേർന്നതാണ് എന്ത്, നാഡീകല എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് അവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് എന്താണ് ചെയ്യുന്നത്, കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസ് അല്ലെ. നമ്മുടെ ശാരീരിക പ്രവർത്തനം, അതായത് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസിന് എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു. അതായത് എന്താണ്, നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. അതായത് നമ്മുടെ ബോഡിയിലെ അകത്തും പുറത്തൊക്കെയുള്ള ചേഞ്ചസ് ഉണ്ടല്ലോ, അതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അതിനെതിരെ പ്രതികരിക്കാനായിട്ട് സഹായിക്കുന്നു. ഓർ എനാബിൾസ് ടു റെസ്പോണ്ട് ഐഡന്റിഫൈങ് ദ ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. നമ്മുടെ ബോഡിക്ക് ഉള്ളിലും പുറമേയുള്ള ചേഞ്ചസ് മനസ്സിലാക്കി അതിന് എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് ഈസ് അബൌട്ട് വാട്ട്, നെക്സ്റ്റ് ഈസ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കല, അല്ലെങ്കിൽ യോജിപ്പിക്കുക എന്നൊക്കെ ആലോചിക്കുക. ഓക്കെ, കണക്ട് ചെയ്യുക, എല്ലാവരും കണക്ട് ചെയ്യുന്ന ടിഷ്യൂസ് ഏതൊക്കെയാണ് നോക്കാം, എന്തൊക്കെയാ നോക്കാം. ഐദർ കണക്ട്സ് ഡിഫറെന്റ് ടിഷ്യൂസ് ഓർ ആക്ട് ദ സപ്പോർട്ട് ടു ദം. ഓക്കെ, ഐദർ എന്ത് ചെയ്യുന്നു ഇവര്, ഐദർ മറ്റു കലകളെ എന്ത് ചെയ്യുന്നു, പരസ്പരം ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർക്ക് ഒരു താങ്ങായി അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആരൊക്കെയാണ് വരുന്നത്, ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ്. ഏതൊക്കെയാണോ, അസ്ഥി, അതുപോലെ തന്നെ തരുണാസ്ഥി, നാരുകല, രക്തം, ഓക്കെ, തുടങ്ങിയവയാണ് വിവിധമായിട്ടുള്ള യോജക കലകൾക്ക് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. പിന്നെ ബോൺ ആൻഡ് കാർട്ടിലേജ് പ്രൊവൈഡ്സ് വാട്ട്, ബോണും കാർട്ടിലേജും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഫിനറ്റ് ഷേപ്പ് ടു ദ ബോഡി. ശരിയല്ലേ, നമ്മുടെ ബോഡിയിലുള്ള ബോണും കാർട്ടിലേജും, കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പറഞ്ഞേ, നമ്മുടെ മൂക്കിന്റെ ടിപ്പ് ഒരു ബോൺ ഇല്ലാത്തൊരു അവസ്ഥയാണ് അല്ലെ, നമ്മുടെ ചെവിയുടെ പിന്ന അല്ലെ, ഇതൊക്കെ എന്താണ്, കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ കാർട്ടിലേജസും അതുപോലെ തന്നെ ബോൺ ആൻഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത് അത് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മുടെ ബോഡിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഷേപ്പും അല്ലെ. അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. അതുപോലെ തന്നെ ഫൈബ്രസ് ടിഷ്യൂസ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ടിഷ്യൂസിനെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അഥവാ നാരുകല എന്ത് ചെയ്യുന്നു, ഇതര കലകളെ എന്ത് ചെയ്യുന്നു, ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ
പറഞ്ഞു ബ്ലഡിന്റെ കാര്യം നമുക്കറിയാം. എന്താണ് ബ്ലഡ് എന്ന് പറയുന്നത്? നമ്മുടെ മെറ്റീരിയൽസും ബോഡിയിലുള്ള ന്യൂട്രിയൻസിനെയും എല്ലാം എന്ത് ചെയ്യുന്നു, പല ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ബ്ലഡ് ക്യാരീസ് ഔട്ട് ദ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മേക്സ് ദ ബോഡി റെസിസ്റ്റൻസ് ടു ഡിസീസസ്. അല്ലെ, ബ്ലഡ് ആണ് നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരുപാട് അസുഖങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് തരുന്നത്. ശരിയല്ലേ? അപ്പം അത്തരം എല്ലാ പദാർത്ഥ സംവഹനവും അതുപോലെ തന്നെ രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം നിർവഹിക്കുന്നുണ്ട്. അപ്പൊ ബോൺ, കാർട്ടിലേജ്, ബ്ലഡ് ഇതൊക്കെയാണ് എന്ത് വരുന്നത്, കണക്റ്റീവ് ടിഷ്യൂസ് അഥവാ യോജക കലകളിൽ വരുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് നമ്മുടെ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഏതൊക്കെയാന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? മസ്കുലാർ ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, അതുപോലെ തന്നെ എന്തായിരുന്നു, നെർവസ് ടിഷ്യൂ. ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയായിരുന്നു 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സെൽസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്, ബേസിക്, അതായത് ഏറ്റവും ഘടകം എന്ന് പറയുന്ന ജീവന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന സെല്ലാണ്. ഈ സെൽ എന്ന് പറയുന്നത് കൂടിച്ചേർന്ന് എന്തായി മാറുന്നു, ടിഷ്യൂസ് ആയിട്ട് മാറുന്നു. അങ്ങനെ 4 ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് ആനിമൽ ടിഷ്യൂസ് മെയിൻ ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ത് ചെയ്യുന്നു, ബോഡീനെ കവർ ചെയ്യുന്നു, പ്രൊട്ടക്ട് ചെയ്യുന്നു. മാത്രമല്ല എപ്പിത്തീലിയൽ ടിഷ്യൂ എവിടെയൊക്കെ കാണാം, ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ഇന്നർ വോൾസിൽ കാണാം. അതുപോലെ തന്നെ അതിന് പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, അതുപോലെ തന്നെ സെക്രീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ജോലിയുണ്ട്. മാത്രമല്ല മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് അതിൽ കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സങ്കോചിക്കാനും അതുപോലെ തന്നെ എന്താണ് പൂർവ്വസ്ഥിതിയിലേക്ക് വരാനും കഴിവുള്ള മസിൽ സെൽസ് ഉണ്ട്. അതുപോലെ തന്നെ മൂവ്മെന്റ് ഓഫ് ദ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നു. മാത്രമല്ല നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ശരിയല്ലേ? നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസും അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻസും കോർഡിനേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുന്നു. മാത്രമല്ല ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നുണ്ട്. അതായത് ഇനാബിൾസ് ടു റെസ്പോണ്ട് ഐഡന്റിഫൈങ് ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി ബോഡി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കണക്റ്റീവ് ടിഷ്യൂ, ദാറ്റ് ഇസ് യോജക കല. അല്ലെ, കണക്ട് ചെയ്യുക അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, കണക്ട് ചെയ്യുക. ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്, ബോഡിയിലെ പല ഭാഗത്തും ട്രാൻസ്ഫർ ചെയ്യുന്നു, പല ഭാഗങ്ങളെ കണക്ട് ചെയ്യുന്നു. അല്ലെ, ഓക്സിജൻ ട്രാൻസ്പോർട്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട് ബ്ലഡിൽ. അതുപോലെ തന്നെ ബോൺസ് ആണെങ്കിൽ ഇരിക്കട്ടെ, ബോൺസും പല ഭാഗം കണക്ട് ചെയ്യാണ്. സോ ദാറ്റ് ഇസ് ദ കണക്റ്റീവ് ടിഷ്യൂസ്. എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് ടിഷ്യൂസിനെ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ബോൺ, കാർട്ടിലേജ്, ഫൈബ്രസ് ടിഷ്യൂ, ബ്ലഡ് ഒക്കെയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അസ്ഥിയും തരുണാസ്ഥിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നുണ്ട്. മാത്രമല്ല ഫൈബ്രസ് ടിഷ്യൂ അഥവാ നാരുകല എന്ന് പറയുന്നത് കലകളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പദാർത്ഥ സംവഹനം അതുപോലെ തന്നെ രോഗപ്രതിരോധം എന്നിവയൊക്കെയാണ് ആരുടെ ജോലി, ബ്ലഡ് അല്ലെങ്കിൽ രക്തം എന്നുള്ളതിന്റെ ജോലി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി മെയിൻ ഇമ്പോർട്ടന്റ് 4 ടൈപ്സ് ഓഫ് ടിഷ്യൂസ്, ആനിമൽ ടിഷ്യൂസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. എന്തായാലും ചോദിക്കാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പിക്ചേഴ്സും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സും ഓരോന്നിന്റെയും ഡെഫിനറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.